വയനാട്ടിലെ മക്കൾക്കൊരു പ്രയാസം വന്നപാട് 24 മണിക്കൂർ ഇത് പറയാതിരിക്കാൻ വയ്യ. ഒരു ടെന്റ് കെട്ടിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ നമ്മളെ ചുണക്കുട്ടികൾ, രാവും പകലില്ല സന്നദ്ധ പ്രവർത്തനം ചെയ്ത ഒരുപാട് സംഘടനക്കാരുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രം. വളരെ വിഷമമുള്ള ഒരു കാര്യം എന്താ അറിയോ, ഇന്ന് 24 മണിക്കൂർ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന മിലിറ്ററി, അതുപോലെ തന്നെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരുപാട് ആൾക്കാർ ആർക്കും വന്നിട്ട് കഴിക്കാം, ഏത് ജാതി മതസ്ഥർക്കും വന്ന് കഴിക്കാം. പക്ഷെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം, ഇന്ന് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപാട് വളരെ വിഷമം തോന്നി. അസർക്കാർക്ക് എന്താ പറയാനുള്ളത്? ദുരന്തം വന്ന സ്ഥലത്തൊക്കെ നമ്മൾ വന്ന് അതിലും വലിയ ദുരന്തമായി പോയി ഭക്ഷണം നിർത്തിയാല്. ഭക്ഷണം നിർത്തത് ഏറ്റവും വലിയ തെറ്റാണ്. DIG ആണല്ലോ ആരാ പറഞ്ഞത്? ചിലപ്പോ ഗവൺമെന്റിൽ പറയാണ്ടായിരിക്കും ചിലപ്പോ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടിട്ട് അതിനുള്ള സംവിധാനം ആക്കണം. അപ്പൊ ഇത്രയും ആൾക്കാർ ഈ ഭാഗത്ത് ഭയമില്ലാതെ പേടിയില്ലാതെ ഈ മലച്ചെരുവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ടുള്ള പ്രവർത്തനമാണ്. എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഉറങ്ങാൻ കൃത്യമായിട്ടുള്ള സ്ഥലമില്ല, നല്ലൊരു ബാത്റൂം ഇല്ല, ഒരു 2-3 മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ട് രാവിലെ 4 മണി മുതൽ രാത്രി 11 മണി വരെ ഭക്ഷണം വിളമ്പുന്ന എന്റെ പ്രിയപ്പെട്ട നാദാപുരക്കാർ, ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രയാസത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞതിൽ നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈറ്റ് ഗാർഡിന് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ഇന്ന് നിർത്തണം എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രയാസം തന്നെയാണ്. പലരും ആശങ്കയോടെയാണ് ഇത് കാണുന്നത്.